Hello, hi, namaste, namaskaram. I am Deepa K. Kapoor from Kannur district. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്നല്ലേ, അപ്പോൾ മഴക്കാലല്ലേ വരാൻ പോണത്. അപ്പോൾ ചൂടുവെള്ളം വേണം കുളിക്കാൻ. ഞങ്ങളുടെ കാര്യമാണേ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് വിറകൊക്കെ ഉണ്ട്, പൊട്ടി വീണ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്നത് വേണ്ടായിരുന്നു, ചൂട് കാലമല്ലേ. ഇപ്പോൾ അത് വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം, അങ്ങനെയൊക്കെ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കേ, വിറക് വെട്ടാനുള്ള തയ്യാറെടുപ്പാണ്. വിറകേ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അത് പൊട്ടി വീണു. ഇതിന് കുറേ ഭാഗം മുൻപേ പൊട്ടി വീണതാണ്. എന്നിട്ട് പകുതി ഉണ്ടായിരുന്നു, പകുതി ഇപ്പം 2-3 ദിവസം മുന്നേ പൊട്ടി വീണു. അപ്പോൾ മഴക്കാലല്ലേ വരാൻ പോന്നേ, വിറക് വേണം. എന്തിനാന്നറിയാമല്ലേ, മെയിനായിട്ട് ആവശ്യം കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കണ്ടേ. പിന്നെ ആണെങ്കിൽ എന്താ, കുറേ വിറക് വെറുതെ നശിച്ചു. അപ്പോൾ ഇതും കുറച്ചൊക്കെ പ്രശ്നമാണ്, വെട്ടിയിട്ടൊന്നും ആവുന്നില്ല. കണ്ടില്ലേ, വെട്ടിക്കൊണ്ട് നിൽക്കുക. ഉള്ളൊക്കെ കുറച്ച് കേട് വന്ന മരമാണ്, എന്നിട്ടും വെട്ടിയിട്ട് കിട്ടുന്നില്ല. കുറച്ചധികം കഷ്ടപ്പെടുന്നതാണ്, കണ്ടില്ലേ. ചിലപ്പോൾ വെട്ടിക്കുമ്പോൾ പെട്ടെന്ന് വരും, ചിലപ്പോൾ വരുന്നില്ല. ഇങ്ങനെ വന്നു. ഒരു കഷ്ണമൊക്കെ പൊട്ടി തുടങ്ങി, മീൻസ് വരാൻ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് കിട്ടും. അതാണ്. അങ്ങനെ ഒരു കഷ്ണം കൂടി കിട്ടി. അത് ഇച്ചിരി വലുതാ, അതിനെ 2 കഷ്ണം ആക്കണം. പെട്ടെന്ന് കഷ്ണം കണ്ടില്ലേ, പെട്ടെന്ന് കഴിയും. നോക്കാം. അങ്ങനെ അതും കഷ്ണമാക്കി. ഇനിയുണ്ട് ചിലതൊക്കെ വേഗം കഷ്ണം കഴിക്കാൻ പറ്റും. ഓരോന്നോരോന്നേ എടുത്തെടുത്ത് ഇപ്പുറത്തേക്ക് വെക്കുന്നതല്ല, ചാടുക എടുത്തിട്ട്. എന്താ ചെയ്യാ, അവിടെ നല്ല വെയിലുണ്ട് ഇവിടെ. കണ്ടില്ലേ, വെയിൽ നിങ്ങൾ കാണുന്നില്ലേ. അതാ പൊട്ടിച്ചു. അതും കഴിയും. ഇനിയും നിറയുണ്ട്. എന്തായാലും ഇനിയൊന്ന് ഇരുന്നിട്ട് വേണം പണിയെടുക്കാൻ. ഇത്ര സമയം നിന്നിട്ടേ ഒക്കെ എടുത്തെടുത്ത് ഞാനിവിടെ ഇട്ടതാണ്. ഇനിയിപ്പോൾ അത് വെയിൽ കൊണ്ടുപോകണ്ടല്ലോ, നല്ല വെയിലുണ്ട്. അതിൽ മണ്ണുണ്ട് കേട്ടോ, ഉള്ളൊന്നും തന്നെ പൊട്ടി വീഴുന്നതിന് മുന്നേ തന്നെ മണ്ണുള്ളത് കൊണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളയണം. പിന്നെ നിറയെ ചെതലും ഉണ്ട്. വെട്ടിയിട്ടൊന്നും പറ്റണില്ല, എന്ത് ചെയ്യാനാ. അവിടെ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് വെയിലുള്ളത് കൊണ്ട് ചെറുതും വലുതൊക്കെ ഞാൻ എടുത്ത് ചാടി കഴിയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഉള്ളിലേ ഒരു വലിയ തേളുണ്ടായിരുന്നു, അപ്പോൾ അത് പേടിയാവുന്നു. അതുകൊണ്ട് കുറേ സമയം ഇനി അതിൻ്റെ ഉള്ളിൽ തേള എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ വേവിട്ട് വെക്കാം. അതൊക്കെ കിടക്കട്ടെ. ഇതാണ് മരം. ഈ മരം കണ്ടോ, ഉണങ്ങി ദ്രവിച്ച് പൊട്ടി വീണു. അടുത്ത പറമ്പത്തുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതാണ് വെട്ടിയെടുക്കുന്നത്. കുറേ എടുത്തു. ഇതിലൊക്കെ നിറയെ കുറേ ആയി ഇത് ഉണങ്ങി നിൽക്കുന്നത്, കണ്ടില്ലേ. വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉള്ളത്. ഇനി ഇതിനെ ചെറുതാക്കണം. ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ഓക്കെ,
ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെതലൊക്കെ ഉണ്ട്. ചിതലുണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ, ഒരു തേളൊക്കെ ഉണ്ട്. അപ്പോൾ ശകലം പേടിയുള്ളത് കൊണ്ട് കുറച്ച് സമയം വെയിൽ കൊള്ളട്ടെ എന്ന് കരുതി. കണ്ടില്ലേ? പിന്നെ അത് ഉണങ്ങിയത് കൊണ്ടേ കണ്ടില്ലേ, ഇച്ചിരി എന്താണ് ശരിയില്ല. എന്നാലും കുഴപ്പമില്ല. മഴക്കാലത്ത് ചൂട് തണ്ണി വേണ്ടേ, ചൂട് വെള്ളം. ഇത് കണ്ടില്ലേ, അപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെ ആയേക്കുക പകരം. ഉപ്പിലാന്ന് പറയും, നമ്മുടെ നാട്ടിൽ ഉപ്പിലാന്ന് പറയും. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ വിറകൊക്കെ വെട്ടി കുറച്ച് ദിവസങ്ങളായി ഇതൊന്നും ചെയ്യാതെ. കുറച്ച് ദിവസമല്ല, കുറച്ച് മാസങ്ങളായി. അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. അപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും മുൻകരുതൽ എന്ന നിലയിലും എന്തായാലും വെള്ളം ചൂടാക്കാൻ വേണം, വിറക് വേണ്ടേ, അതുകൊണ്ട് ശേഖരിച്ച് എടുത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.